എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റെഡിമെയ്ഡ് ആയിട്ടുള്ള അണ്ടർ സ്കേർട്ട് ഉണ്ടല്ലോ, അതിന് നമ്മളുടെ പാകത്തിനായിട്ട് ഓൾട്ടർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഓൾട്ടർ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് അണ്ടർ സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്ത് കുറച്ചൊക്കെ ഇറക്കം കൂടുതലുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ ഇതുപോലെ മടക്കി തയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇതിലൊരു ഡിസൈൻ വരുന്നുണ്ട്. ചിലർക്ക് ഡിസൈൻ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അങ്ങ് മടക്കി തയ്ച്ചാൽ മതി. ഒരുപാട് കട്ടിക്ക് ഇതുപോലെ അങ്ങ് മടക്കി തയ്ക്കരുത് കേട്ടോ, അപ്പോൾ വൃത്തികേടാവും, അവിടെ ഒരു കട്ടിപ്പായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അല്ല, ഈ ഡിസൈൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മുകൾ ഭാഗം നമുക്ക് ഇറക്കം കുറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് ഇറക്കത്തിൻ്റെ വ്യത്യാസം വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പട്ടയെ ഇതുപോലെ അങ്ങ് ഒരൊറ്റ മടക്കിയിട്ട് ഇവിടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി അതല്ല, നമുക്ക് ഇത്രയും ഇറക്കം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ചിലർ ഇതുപോലെ ഇങ്ങനെ ഒരു മടക്കി വീണ്ടും ഒരു മടക്കിയിട്ട് ഇതുപോലെ തയ്ക്കും കേട്ടോ. ഇങ്ങനെ എന്തായാലും നിങ്ങൾ തയ്ച്ചെടുക്കരുത്, കാരണം തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അണ്ടർ സ്കേർട്ട് ധരിക്കില്ലേ, അപ്പോൾ എന്താ വെച്ചാൽ ഈ വയറിൻ്റെ ആ ഭാഗമൊക്കെ മടങ്ങി നിൽക്കണ കാരണം ഒരുപാട് നമുക്ക് വയറുള്ള പോലെ തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വിചാരിച്ചാൽ ഈ പട്ടയെ കട്ട് ചെയ്തിട്ട് നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കുക വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ വള്ളിയെ ഇതുപോലെ അഴിച്ചെടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ ഈ പട്ട മാത്രം അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി ഇറക്കം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ പട്ടയുടെ കുറച്ചും കൂടി താഴ്ഭാഗത്തായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ബെൽറ്റ് മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അണ്ടർ സ്കേർട്ടിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അതേ ലെങ്ത് തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യരുതേ. ഒരു 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ട് എടുക്കണം. അപ്പോഴാണ് അത് മടക്കി തയ്ച്ച് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ലെങ്ത് കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഇനി നമ്മളുടെ വള്ളി കെട്ടുന്ന ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ കാരണം ഓപ്പണിങ് കുറവായിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു പിന്നെടുത്തിട്ട് നമുക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത് അത്രയും ഭാഗത്തെ തയ്യൽ അഴിച്ചു കൊടുക്കുക. ഇപ്പം തയ്യൽ അഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഓപ്പണിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ. ഇനി നമ്മൾക്ക് എത്രയാണോ ഓപ്പണിങ് വേണ്ടത് അത്രയും ഭാഗം ഒഴിവാക്കിയതിന് ശേഷം അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ തയ്യൽ. ഫസ്റ്റ് തയ്യൽ തുടങ്ങുമ്പോൾ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ഓരോ ലെയറും ഒന്നുകൂടെ ഒന്ന് ഉറപ്പിൽ നിൽക്കും കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഓരോ ലെയറും ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഓരോ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചില അണ്ടർ സ്കേർട്ടിന് 4 പാളികളായിരിക്കും, ചിലതിന് 6 എണ്ണം ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ എത്രയാണോ എന്ന് വിചാരിച്ചാൽ അത്രയും ഭാഗത്ത് ഇതുപോലെ ഒരു തയ്യലും കൂടി തയ്ച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം കേട്ടോ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് മുകളിലായിട്ട് വരണം. അതായത് നമ്മൾ ഇങ്ങനെ മടക്കുമ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഈ മുകൾ ഭാഗത്ത് ടോപ്പിൽ ആ ഒരു മാർക്കിങ് വരണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ മടക്കുക, എന്നിട്ട് ഒന്നുകൂടെ മടക്കുക, എന്നിട്ട് നമുക്ക് ഇവിടെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ചുളുക്കുകളൊന്നും വരാതെ ഒരേപോലെ തന്നെ മടക്കിയിട്ട് തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ചാനലിൽ നമ്മൾ ഫിഷ് കട്ട് അണ്ടർ സ്കേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ പോയി കണ്ടു നോക്കൂ.
ഇതുപോലെ നമ്മൾ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ചിങ് നിർത്തുമ്പോഴും ഇതുപോലെ ലോക്കിട്ട് നിർത്തി കൊടുക്കുക കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്യുക, അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ബലത്തിൽ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒറ്റ സ്റ്റിച്ചിങ്ങേ കാണിക്കുന്നുള്ളൂ. ഇപ്പം നമ്മളുടെ അണ്ടർ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടി വീതി കൂടിയിട്ടുണ്ടാവും ആദ്യത്തെ അണ്ടർ സ്കേർട്ടിനേക്കായും. കാരണം എന്താ വെച്ചാൽ ഇതൊരു ക്രോസ് ആയിട്ടുള്ള ഒരു കട്ടിങ് അല്ലേ, എന്നാലും ഒരുപാടൊന്നും ഉണ്ടാവില്ല, അതങ്ങ് ചുരുങ്ങി കിടന്നോളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്